ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ആൻഡ് അതിൽ നിങ്ങളുടെ +1 റിക്കാർഡ് ചെയ്തുള്ള ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണിത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ 3 ഡൗട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതിയ SSLC പബ്ലിക് എക്സാമിൻ്റെ ആൻസർ പേപ്പറിൻ്റെ കോപ്പി കിട്ടുന്നത് എങ്ങനെയാണ്, ആൻഡ് അബൌട്ട് സയൻസ് മൈ എക്സ്പീരിയൻസ്, ആൻഡ് പിന്നെ SSLCയും +1ഉം തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസിലുള്ള ആൻസറാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ പോയി കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ഡൗട്ട്സിൻ്റെ ആൻസേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുമ്പം എല്ലാ ടീച്ചേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യന് മാർക്കിട്ട് തരുമോ? അങ്ങനെയുള്ളതാണ്. എല്ലാ ടീച്ചേഴ്സും മാർക്കിട്ട് തരും, പക്ഷേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് എക്സ്ട്രാ ക്വസ്റ്റ്യന് മാർക്ക് ഇടുന്നതെന്ന്. ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു സെക്ഷൻ, അതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് 3 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ 3 എണ്ണം എഴുതി ആൻഡ് 4, 5 ബാക്കി 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും എഴുതി അറ്റൻഡ് ചെയ്തു. ആൻഡ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ എഴുതിയല്ലോ 3 ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാർക്ക് കുറവാണ് ആൻഡ് നമ്മൾ എക്സ്ട്രാ എഴുതിയതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 മാർക്കും ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് കൂടിയ ആൻസറാണ് കൺസിഡർ ചെയ്യുക. അല്ലാതെ ആദ്യം എഴുതിയത് കൺസിഡർ ചെയ്യും, ലാസ്റ്റ് എഴുതിയത് കൺസിഡർ ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരേ സെക്ഷനിലായിരിക്കണം. അപ്പം 2 മാർക്കിൻ്റെ സെക്ഷനിലെ ഒരെണ്ണത്തിന് 1 മാർക്കേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്ന 5 മാർക്കിൻ്റെ സെക്ഷനിലാണെങ്കിൽ അവിടെ നിന്ന് ഇതൊന്നും എടുക്കുക, അങ്ങനെയൊന്നുമില്ല. സെയിം സെക്ഷനിലായിരിക്കണം. ആൻഡ് ബെസ്റ്റ് മാർക്ക് കിട്ടിയ ആൻസറേ കൺസിഡർ ചെയ്യുള്ളൂ. അതിപ്പം ചില ടീച്ചേഴ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. എല്ലാ ടീച്ചേഴ്സും ഒരു പേപ്പർ കിട്ടുകയാണെങ്കിൽ അവർ ആ പേപ്പർ ഫുൾ വാല്യൂ ചെയ്യണം. അതായത് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ടാണ് എഴുതിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ഫുൾ വാല്യൂ ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വാല്യൂ ചെയ്യാതെ അങ്ങനെയൊന്നുമില്ല. ആ പേപ്പറിൽ എന്തൊക്കെ ആൻസർ ഉണ്ടോ അതിനെല്ലാം ഒരു മാർക്ക് ഇട്ടേ പറ്റുള്ളൂ. ആൻഡ് അതിൽ നിന്നാണ് ബെസ്റ്റ് ഓഫ് എടുത്ത് റൗണ്ട് ചെയ്ത് എക്സ്ട്രാ മാറ്റി മാർക്ക് ഫൈനൽ ചെയ്യുക. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് മാർക്ക് ഇടും ആൻഡ് അത് കൺസിഡർ ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എബൌട്ട് ബയോസയൻസ് യുവർ എക്സ്പീരിയൻസ്. ലാബൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടോ? എബൌട്ട് ബയോസയൻസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ബയോസയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് കുറച്ച് കൂടുതലിടണം. SSLC പഠിച്ച പോലെ എളുപ്പമായി പരീക്ഷയുടെ തലേദിവസം പഠിക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ്, നമ്മൾ പരീക്ഷ ടൈമിൽ ആരൊക്കെ എത്രയൊക്കെ സ്ട്രെസ് എടുക്കണ്ട, ഉറക്കം കിട്ടണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോയിൽ SSLCക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എക്സാം ടൈമിൽ ഉറങ്ങണം, മിനിമം ഒരു 6 hour എങ്കിലും ഉറങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്ര പേര് ചെയ്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വളരെ ചുരുക്കം പേരെ അതൊക്കെ ചെയ്ത് കാണുള്ളൂ. കാരണം നമുക്ക് എക്സാം ടൈമിൽ എത്രയൊക്കെ പഠിച്ച ഒരാളായാലും എക്സാം ടൈമിൽ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. ഒന്നാമത് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വന്നുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ കുറച്ച് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു സിലബസാണ് പഠിക്കുന്നത്, ഗവൺമെൻറ് പഠിച്ചവർ. അപ്പം അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഓവറായിട്ടുള്ള ലോഡ് അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തുടക്കമൊക്കെ തോന്നും, പിന്നെ അത് ശീലമായി വരും. അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി അങ്ങനെയാണ്. ആൻഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഇനി ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിലൊക്കെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ CE മാർക്കൊക്കെ കുറയ്ക്കും. ഞാൻ വിചാരിച്ചു CE മാർക്ക് അങ്ങനെ കുറയ്ക്കില്ല, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും CE മാർക്ക് ഇട്ട് കൊടുക്കും ടീച്ചേഴ്സ് എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ തന്നെ 2-3 പേരെയൊക്കെ CE മാർക്ക് കുറച്ചിരുന്നു, 1 മാർക്കൊക്കെ. സോ അതൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ലാബൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ +1 ലാബില്ല, +2 ലാബ്. +1 ലാബും +2 അപ്പോൾ ഇനിയിപ്പം ലാബ് സ്ട്രെസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ലാസ്റ്റ് ആ ഒരു
ഫൈനൽ എക്സാമിന് തൊട്ട് മുമ്പ് ലാബാണ്. അപ്പോൾ ലാബിന് പഠിക്കണം. അപ്പോൾ ഫൈനൽ എക്സാമിനൊക്കെ പഠിക്കാൻ കുറച്ച് ടൈം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് +2ലാണ് ലാബ്, +1 ലാബില്ല. സോ ഇതിൻ്റേതായിട്ട് ഇത് കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് സീനിയേഴ്സൊക്കെ പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഡൗട്ട്, ഹിന്ദി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ കീ ഉള്ളതുപോലെ തന്നെ എഴുതണോ? നമ്മുടെ രീതിക്ക് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? നമ്മൾ ആൻസർ കീയിലുള്ള അതേപോലെ തന്നെ എഴുതണം എന്നൊന്നും ഇല്ല. നമ്മൾ ആൻസർ കീയിലുള്ള ആൻസറും നമ്മൾ എഴുതിയ ആൻസറും അതിൻ്റെ രണ്ടിൻ്റെയും ആശയം സെയിം ആയാൽ മതി. അല്ലെങ്കിൽ ഒരു കീവേഡ് ഉണ്ടായിരിക്കും അതിൽ, ആ കീവേഡ് ശരിയായാൽ മതി. അല്ലാതെ അതേ ഗ്രാമർ തന്നെ ഇതിൽ വരണം അങ്ങനെയൊന്നും ഇല്ല. ഹിന്ദി ഗ്രാമർ SSLCയിൽ അധികം നോക്കില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി. കാരണം എനിക്ക് ഹിന്ദി ഗ്രാമർ നല്ല മോശമായിട്ടുള്ള ഒരാളാണ്. അപ്പം പക്ഷേ ആൻസർ ഞാൻ എൻ്റെ പേപ്പർ എടുത്തപ്പോൾ ഫുൾ മാർക്കുണ്ട്. ഗ്രാമറൊന്നും നോക്കിയിട്ടില്ല. ആശയമുണ്ടെങ്കിൽ അവർ മാർക്കിടും. അപ്പോൾ അതുകൊണ്ട് ആൻസർ കീയിലുള്ളതുപോലെ തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല. അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൻസർ ഉണ്ട് എങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ ആവറേജ് സ്റ്റുഡൻറ്റ് +1 ഏത് സബ്ജക്റ്റ് എടുക്കണം? അങ്ങനെയൊന്നുമില്ല. ആവറേജ് സ്റ്റുഡൻറ്റ് ലൈക്ക് ഫുൾ A+ കിട്ടുന്നവർ സയൻസ് എടുക്കണം, 2 A+ കിട്ടുന്നവർ ഹ്യൂമാനിറ്റീസ് എടുക്കണം, അതിൽ മിഡിലാണെങ്കിൽ കൊമേഴ്സ് എടുക്കണം. അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷെ നമുക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം അത് നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ വേറെ ഒരാൾ ഫോഴ്സ് ചെയ്തെന്നും പറഞ്ഞ് സയൻസ് കയറി എടുക്കുക അങ്ങനെയൊന്നും ഇല്ല. ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്തെന്ന് പറഞ്ഞത് ഭയങ്കര പഠിക്കാൻ മോശമായവരാണ് അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ സൊസൈറ്റി വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സയൻസ് എടുക്കുന്നവർ മെഡിക്കൽ ഫീൽഡ് ആൻഡ് എൻജിനീയർ ഫീൽഡ് അതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുത്താൽ സിവിൽ സർവീസ് അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ആൻഡ് കൊമേഴ്സ് എടുത്താൽ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അങ്ങനെ ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ള നല്ല ടോപ്പായിട്ടുള്ള ജോബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യം അതെടുക്കുക. ആൻഡ് ആവറേജ് സ്റ്റുഡൻസിനൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. 3 സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള പാടുണ്ട്, അതിൻ്റേതായിട്ട് എഫേർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ കൂടുതൽ താല്പര്യം എന്നുള്ളത് നോക്കിയെടുക്കുക. ആൻഡ് ഇപ്പം എനിക്ക് SSLCയിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അത് ഞാൻ മറന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അതുകൊണ്ട് അപ്പോഴേ ഞാൻ തീരുമാനിച്ചു +1 ഞാൻ ഹിസ്റ്ററി എന്നുള്ളൊരു സ്ഥലത്തോട്ടേ പോവില്ല. അതാണ് ഞാൻ സയൻസ് എടുത്തത്. എനിക്ക് ഹ്യൂമാനിറ്റീസ് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത സബ്ജക്റ്റ് നിങ്ങൾ എടുക്കരുത്. പഠിക്കാൻ പറ്റും ഒരുവിധം കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് വെറും വേസ്റ്റായി പോവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയാൽ അറ്റൻഡ് ചെയ്തത് കൊണ്ട് 1.5 മാർക്ക് കിട്ടുമോ? എനിക്ക് മനസ്സിലായ രീതിയിൽ അതിനുള്ള ആൻസർ പറയാം. ഒരു ക്വസ്റ്റ്യൻ റോങ് ആയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി. ഇപ്പോൾ ആ എക്സാമിൽ പറയുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ 4 മാർക്ക് സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആ ക്വസ്റ്റ്യൻ റോങ് ആണ്. പ്രിൻ്റ് ചെയ്തതോ അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്സും അവർ തരും. അല്ലാതെ പകുതി മാർക്കൊന്നുമല്ല, 4 മാർക്സും ഫുൾ മാർക്സും അവർ തരണം. കാരണം നമ്മുടെ കുഴപ്പമല്ല, ക്വസ്റ്റ്യൻ ഇട്ടവരുടെ കുഴപ്പമാണ്. സോ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് ഇടുന്നത്. ആൻഡ് ആ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അറ്റൻഡ് ചെയ്തില്ലേ മാർക്ക് കിട്ടില്ല. അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്കും നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും കൂടുതലായാലും വീഡിയോയുടെ ലെങ്ത് കൂടും. അതാണ് ഞാൻ ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.